Hi there. Let's talk about passion, loyal and belief. വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഫുട്ബോൾ ഭ്രാന്തിന് അടയാളമായി വന്നൊരു ക്ലബ്ബ്. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി കിരീടങ്ങളൊന്നുമില്ലാതെ പ്രതീക്ഷകൾ മരവിച്ചു നിന്നൊരു ക്ലബ്ബ്. ആദ്യകാലങ്ങളിൽ റെക്കോർഡ് അറ്റൻഡൻസുകൾ ഭേദിച്ചിരുന്ന ഗുവാഹത്തിയിലെ ഗാലറികൾ കഴിഞ്ഞ സീസണിലെ ലോവസ്റ്റ് ആവറേജ് അറ്റൻഡൻസ് എന്ന നിലയിലേക്ക് എത്തി. എന്നാൽ വമ്പന്മാരുടെ കണക്കിൽ ഒരിക്കലും പെടാതിരുന്ന ആ ക്ലബ്ബ് അപ്രതീക്ഷിതമായാണ് മോഹൻ ബഗാൻ എന്ന ശക്തരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡ്യൂറന്റ് കപ്പിൽ തങ്ങളുടെ 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിടുന്നത്, അവരുടെ ആദ്യ കിരീടമുയർത്തുന്നു. നേരത്തെ പറഞ്ഞ സെയിം സ്റ്റോറി കുറച്ച് മാറ്റങ്ങളുമായി വീണ്ടും പറയാം. Accept the climax. കേരളത്തിന്റെ ഫുട്ബോൾ ഭ്രാന്തിന് അടയാളമായി വന്ന് കഴിഞ്ഞ 10 വർഷമായി കിരീടങ്ങളൊന്നുമില്ലാതെ പ്രതീക്ഷകൾ മരവിച്ചു പോയൊരു ക്ലബ്ബ്. പക്ഷെ ഒരിക്കൽ പോലും ആരാധകരുടെ എണ്ണത്തിൽ ഏറ്റവും താഴേക്ക് അവർ പോയിട്ടില്ല. ഒന്നും നേടാത്തവർ കഴിഞ്ഞ 10 വർഷമായിട്ടും പണക്കൊഴുപ്പ് കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്നവരുടെ എന്നത്തെയും ചർച്ചാ വിഷയമാണ്. ഒന്നും നേടാത്തവർ ഇന്നും ഏഷ്യയിലെ തന്നെ വമ്പൻ ആരാധക പിന്തുണയുള്ള ടീമാണ്. പ്രതീക്ഷയുടെ, ആത്മാർത്ഥതയുടെ, വിശ്വാസത്തിന്റെ ടീമാണ്. ബട്ട് സ്റ്റിൽ they have no trophies. നോർത്ത് ഈസ്റ്റിന്റെ ആദ്യ കിരീടത്തെ ഇന്ത്യ മുഴുവൻ ഒരുപോലെ ആഘോഷിച്ചു. അവർ ഒരു കിരീടമെങ്കിലും ജയിക്കണമെന്ന് എതിർ ടീമുകൾ പോലും ആഗ്രഹിച്ചിരിക്കണം. എന്നാൽ മറുവശത്തെ കഥ അങ്ങനെ ആവാൻ സാധ്യതയില്ല. So these two clubs were going to fight each other with two different labels. അതിങ്ങനെയാണ് സ്ട്രഗിൾസിന് അവസാനം വിജയം കൈവരിച്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ന നായകൻ അവസാനിക്കാത്ത സ്ട്രഗിൾസുമായി പരാജയപ്പെട്ടു പോയ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വില്ലൻ. കഴിഞ്ഞ ഒരൊറ്റ മത്സരത്തിന്റെ വിജയത്തിൽ ഏറെ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ എവേ ടൂറിന് ഇറങ്ങാൻ പോകുന്നത്. ഇനിയുള്ളത് 3 തുടർച്ചയായ എവേ മത്സരങ്ങളാണ്. അതിലെ ആദ്യത്തെ എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അങ്ങനെയല്ല, ഡ്യൂറന്റ് കപ്പ് ചാമ്പ്യന്മാരായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. നോർത്ത് ഈസ്റ്റിനെ പറ്റി പറയണമെങ്കിൽ കോച്ചായ ജുവാൻ പെഡ്രോ ബെനലിയിൽ നിന്ന് തുടങ്ങണം. കഴിഞ്ഞ ISL സീസണിൽ നോർത്ത് ഈസ്റ്റ് തങ്ങളുടെ സീസൺ അവസാനിപ്പിക്കുന്നത് ഏകദേശം ഒരു മിഡ് ടേബിളിലാണ്. എങ്കിൽ പോലും നോർത്ത് ഈസ്റ്റ് ടീമിലെ യങ്സ്റ്റേഴ്സ് വളരെ ചർച്ചാ വിഷയമായിരുന്നു. ആ ഒരു ഇംപ്രൂവ്മെന്റിൽ പരിശീലകന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണ് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് മുൻ കോച്ചായിട്ടുള്ള ഇഗോ സ്റ്റിമാച്ച് താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പുറത്തു വരുന്നത്. അത്ര കണ്ട് പ്രോപ്പർ ഒന്നും അല്ലാത്ത ഒരു ടെംപ്ലേറ്റ് സെലക്ഷൻ രീതി തന്നെയായിരുന്നു അത്. അതിൽ ക്ഷുഭിതനായി അതിനോട് പ്രതികരിച്ചത് നോർത്ത് ഈസ്റ്റ് കോച്ചായ ബെനലി തന്നെയായിരുന്നു. 4 വർഷമായി ഒരു മാറ്റവുമില്ലാതെ കൊണ്ടുവരുന്ന അതേ കളിക്കാരല്ല, മറിച്ച് യുവതാരങ്ങളെ റിക്രൂട്ട് ചെയ്യൂ, അവർക്കും ഒരു അവസരം കൊടുത്തു നോക്കൂ. അതല്ലാതെ ISL ടീമിലെ കോച്ചുമാർ താരങ്ങളെ ട്രെയിൻ ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങളും പരിശീലകർ തന്നെയാണ്. അത്രയും ആത്മവിശ്വാസമുള്ള ബെനലിയുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് അയാൾ ഇന്ത്യയിലേക്ക് എത്തിയത് ഒരു പ്രോപ്പർ വിഷനോട് കൂടെ തന്നെയാണ്. നോർത്ത് ഈസ്റ്റ് എന്ന ടീമിൽ പേര് കേട്ട വമ്പൻ വിദേശ നിരയൊന്നുമില്ല, പക്ഷേ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. ഇവിടെ ബെനലി ആ ടീമിനെ കംപ്ലൈന്റ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് കിട്ടിയ റിസോഴ്സ് വെച്ച് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം ഡ്യൂറന്റ് കപ്പിലെ കിരീടത്തോടുകൂടെ നോർത്ത് ഈസ്റ്റ് അവസാനിക്കുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ തന്നെയാണ് മുഹമ്മദൻ സെസിക്കെതിരെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിൽ 1 ഗോളിന് നോർത്ത് ഈസ്റ്റ് വിജയിക്കുന്നത്. ഡ്യൂറന്റ് കപ്പ് ഫൈനൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ നോർത്ത് ഈസ്റ്റിന് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ പോരാട്ട വീര്യം പ്രശംസനാർഹമാണ്. 4-2-3-1 എന്ന ഫോർമേഷൻ ഇറങ്ങുന്ന നോർത്ത് ഈസ്റ്റിന്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് വലത് വിംഗിലെ മലയാളി താരമായ ജിതിൻ എംഎസും മൊറോക്കൻ താരമായ മുഹമ്മദ് അലി ബെമാമറുമാണ്. ജിതിൻ എംഎസ് മുൻപ് കാലത്ത് ഒരുപാട് അവസരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ അവസരങ്ങളിലെല്ലാം ഉള്ള മികച്ച പ്രകടനങ്ങൾ ഇയാൾ കാഴ്ചവെച്ചപ്പോൾ പലരും പറഞ്ഞു ഇയാൾ തന്റെ പ്രൈമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, പതുക്കെ പതുക്കെ അയാൾ താഴോട്ട് പോകുകയെന്ന്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ജിതിൻ എംഎസ് വാമപ്പ് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ തന്റെ പ്രൈം കാലഘട്ടത്തേക്ക് കടന്നിരിക്കുന്നത്. മിഡ്ഫീൽഡിൽ നിന്നുള്ള ക്ലിനിക്കൽ ത്രൂ ബോളുകൾ കൊണ്ടും റൈറ്റ് വിംഗിലെ അതിവേഗ ഓട്ടം കൊണ്ടും എതിരാളികൾക്ക് ജിതിൻ എംഎസ് എപ്പോഴും ഒരു തലവേദന തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു അപകടകാരിയാണ് മുഹമ്മദ് അലി ബെമാമർ. അസാധ്യ ഫിസിക്കൽ അബിലിറ്റിയും അക്യുറേറ്റ് ഷോട്ടുകൾ തന്നെയാണ് മുഹമ്മദ് അലി ബെമാമറിനെ വ്യത്യസ്തനാക്കുന്നത്. ഈ സീസണിലെ മൊറോക്കൻ കളിക്കാരുടെ പ്രാധാന്യം വിളിച്ചോതുന്ന മറ്റൊരു കളിക്കാരൻ കൂടെ ഈ ടീമിലുണ്ട്. തുടർച്ചയായി 2 ISL മത്സരങ്ങളിലും ഗോൾ സ്കോർ ചെയ്ത അലാദിൻ അജാറെ. പക്ഷെ അവർക്കെതിരെ നിൽക്കാൻ പോകുന്ന മറ്റൊരു മൊറോക്കൻ പവർ ഹോസ് ഈ മഞ്ഞക്കുപ്പായത്തിലുണ്ട്. നോർത്ത് ഈസ്റ്റിന്റെ സെന്റർ ഫോർവേഡ് കളിക്കുന്ന ഗുലേമോ ഫെർണാണ്ടസ് ഇതുവരെ തന്റെ അക്കൗണ്ട് തുറന്നിട്ടില്ല. പക്ഷെ എതിർ ഡിഫൻസിനെ പ്രസ് ചെയ്യാൻ വേണ്ടി എതിർ ബോക്സിൽ അയാൾ സജ്ജനാണ്. കഴിഞ്ഞ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് സ്കോർ ചെയ്ത 2ാമത്തെ ഗോളിൽ ഗുലേമോ എങ്ങനെയാണ് ആ പന്ത് ലീവ് ചെയ്തത് എന്നുള്ള പ്രൊഫഷണലിസം കണ്ടറിയാം പുള്ളി നിസ്സാരക്കാരനല്ല എന്ന്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ മത്സരത്തിലെ മോഹൻ ബഗാന്റെ 2ാമത്തെ ഗോൾ ഒരു ഫൗളാണ്. ഗോൾ കീപ്പർ കൈ പിടിച്ച പന്തിനെയാണ് ചവിട്ടി ഇട്ടിട്ടൊക്കെ ഒരു ഗോളാക്കിയത്. എന്തുവാടി? അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്.
കഴിഞ്ഞ സീസണൊക്കെ അവസാനത്തെ സമയത്ത് നമ്മുടെ ISL മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മിനി VAR കൊണ്ടുവരുന്നു. ആ സാധനമൊന്നും ഇവിടെ എത്തിയില്ല. എവിടെ ഇതൊക്കെ നിറവേറ്റിയില്ലെങ്കിലും വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുമെന്ന് ഇന്ത്യൻ പൊളിറ്റിക്സ് നമ്മളെ പഠിച്ചത് കൊണ്ട് തന്നെയായിരിക്കും അവരും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നത്. കുറ്റം പറയാൻ പറ്റില്ല. ഹൗവർ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഗെയിം സ്റ്റൈൽ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ഹൈ പ്രസ് ഗെയിം കളിച്ച് ഏർലി ഗോൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം നോർത്ത് ഈസ്റ്റ് അവരുടെ ഹോം മത്സരത്തിലാണ് ഇറങ്ങുന്നത്. അതായത് ISL അവരുടെ ആദ്യത്തെ ഹോം മത്സരം കൂടിയാണിത്. അതുകൊണ്ട് അവർ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പോസ്റ്റ് മാച്ച് വീഡിയോയിൽ പരാമർശിക്കാതിരുന്ന ഒരു പേരാണ് മിലോസ് ഡ്രിൻസിച്ച്. ഒരുപാട് പേര് എവിടെ പുള്ളിയുടെ പേര് എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ എടുത്തു പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലോസ് തന്റെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. താൻ സ്ഥിരം കാഴ്ചവെക്കുന്ന ആ മെച്ചുവർഡ് ക്ലാസ് പെർഫോമൻസിൽ നിന്നും ഒരിക്കലും താഴോട്ടോ മേലോട്ടോ പോയിട്ടില്ല. സോ ബേസിക്കലി ആ ഒരു വീഡിയോയിൽ സ്ട്രെസ് ചെയ്ത പേരുകൾ പ്രീതം, പെപ്ര, നോവ, രാഹുൽ ഒക്കെയാണ്. അവർ സാധാരണ നിന്നും അത്രമേൽ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. എന്തായാലും നമുക്ക് വിട്ടുപോയവിടെ നിന്ന് തന്നെ തുടങ്ങാം. മിലോസ് ഡ്രിൻസിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ആസ് എ ക്യാപ്റ്റൻ വളരെ ഡീസന്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു മത്സരത്തെ അദ്ദേഹം മാനേജ് ചെയ്തത്. എസ്പെഷ്യലി പുള്ളിക്ക് കിട്ടിയ അംഗീകാരത്തിന്റെ പവർ കൊണ്ടാണോ എന്നറിയില്ല, ഡിഫൻസ് ലൈൻ വളരെ സ്ട്രെങ്തൻ ചെയ്യാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത മത്സരത്തിൽ ആ ക്യാപ്റ്റൻ അംബാൻഡ് ധരിക്കാൻ വേറൊരാൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ തവണയും ലേറ്റ് ആയിട്ട് വന്ന് മാസ് സെന്റർ കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ആഡ്രിയാൻ ലൂണ. ബട്ട് സ്റ്റിൽ പുള്ളി 100% കളിക്കാൻ ഇറങ്ങും എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല. ഓൾസോ കളിക്കാൻ ഇറങ്ങിയാലും ആദ്യ ലെവലിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്യപ്പെടുമോ എന്നുള്ളതും സംശയമാണ്. പക്ഷെ ലൂണ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ടീമിൽ കുറച്ചുകൂടെ അഴിച്ചുപണികൾ നടത്തേണ്ടി വരും. ഡാനിഷ് ഫറൂഖ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വീണ്ടും താഴോട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യ ലെവലിൽ നിന്നും റീപ്ലേസ് ചെയ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ ആദ്യ ലെവലിൽ അസർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അലക്സാണ്ടർ കോയഫിനെയും പുറത്തിരുത്തി ലൂണ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ജീസസ് നോവ ലൂണ കോമ്പിനേഷൻ കാണാൻ സാധിക്കും. ഒപ്പം റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിന്റെ പെർഫോമൻസ് അതൃപ്തി പ്രകടിപ്പിച്ചതുകൊണ്ടും പകരക്കാരനായി വന്ന ഐബൻ മികച്ചു നിന്നതുകൊണ്ടും ഒരുപക്ഷെ ആദ്യ ലെവലിൽ ഐബൻ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 4-3-3 എന്ന് പറയുന്ന ഫോർമേഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു നിരയെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അവസാനമായിട്ട് ഒരു പ്രധാന കാര്യം കൂടെ, ഇനിയുള്ളത് 3 എവേ മത്സരങ്ങളാണ്. അതിന്റെ റിസൾട്ട് അറിയുന്നതിന് മുൻപ് തന്നെ അടുത്ത ഹോം മത്സരത്തിന്റെ ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ തന്നെ ആ മത്സരത്തിന് നല്ല ചൂടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന 3 എവേ മത്സരങ്ങൾ കൂടെ വിജയിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 25-ന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബാംഗ്ലൂർ FC ഇറങ്ങുമ്പോൾ കൊച്ചി നമ്മൾ